അദാനിയുടെ മാത്രം വരുമാനം കഴിഞ്ഞ ഒരു ദശാബ്ദക്കാലം കൊണ്ട് മോഡി ഭരണത്തിന്റെ കീഴിൽ 9 ലക്ഷം കോടി വർദ്ധിക്കുന്ന സാഹചര്യം ഉണ്ടായി. ഞാൻ ഉണ്ടാക്കുന്ന കണക്കല്ല. 54,000 കോടി ആസ്തി ഉണ്ടായിരുന്ന ഒരു മനുഷ്യൻ 9 ലക്ഷത്തിലേക്ക് അദ്ദേഹത്തിന്റെ ആസ്തി വളരുന്ന കാഴ്ചയുണ്ടായി. ആ പണം കുറെ പോകുന്നത്, നിക്ഷേപിക്കുന്നത് മാധ്യമരംഗത്താണ്. അദാനിക്കും അംബാനിക്കുമൊക്കെ ചാനലുകൾ ധാരാളം ഉണ്ട് നമ്മുടെ നാട്ടിൽ. ആ ചാനലുകളോട് ഉൽപ്പാദിപ്പിക്കുന്ന മൂല്യബോധം എന്ന് പറയുന്നത് മലയാളിയുടെ മുഴുവൻ പാരമ്പര്യത്തെയും തകർക്കുന്ന സ്ഥിതിയിലേക്ക് മാറിയിരിക്കും. ഇതെല്ലാം തന്നെ സൃഷ്ടിക്കുന്ന ഏറ്റവും അപകടകരവും അപമാനകരവുമായ ഒരു സാഹചര്യം നമ്മുടെ നാട്ടിലുണ്ട് എന്ന് നിങ്ങൾ തിരിച്ചറിയണം. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് ഏറ്റവും ധീരമായ ചില പ്രഖ്യാപനങ്ങൾ കൂടെ നടത്തി. ഞാൻ അതുകൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. ഞങ്ങൾ പറഞ്ഞു, ഈ സംസ്ഥാനത്ത് ദേശീയ പോപ്പുലേഷൻ രജിസ്റ്റർ നടപ്പാക്കില്ല എന്ന്. ഈ ജാഥ വന്നതിന് ശേഷം ഉണ്ടായ ഏറ്റവും പ്രധാനപ്പെട്ട പ്രഖ്യാപനങ്ങളിൽ ഒന്നതാണ്. ദേശീയ ജനസംഖ്യാ രജിസ്റ്റർ നടപ്പാക്കില്ല എന്ന് ഈ കേരളം ധൈര്യപൂർവ്വം പ്രഖ്യാപിക്കുന്ന സ്ഥിതിയുണ്ടായി. കോൺഗ്രസ് ഭരിക്കുന്ന കർണാടകം അത് പറഞ്ഞില്ല, കോൺഗ്രസ് ഭരിക്കുന്ന തെലങ്കാന അത് പറഞ്ഞില്ല. എന്തുകൊണ്ടാണ് നമ്മളത് വേണ്ടെന്ന് വെക്കുന്നത്? നിങ്ങൾ നോക്കൂ, ഇപ്പോ വോട്ടർ പട്ടികയിൽ ഈ SIR വന്നപ്പോൾ തന്നെ പേര് ചേർക്കുന്നതിന് വേണ്ടിയുള്ള വലിയ പ്രശ്നമാണ്. ഇപ്പൊ എന്റെ പേര് തന്നെ ഞാൻ കൃത്യമായി രേഖ കൊടുത്തിട്ടും, എന്റെ പേര് എന്ന് ഞാൻ പറയുന്നത് ഒരു പാർലമെന്റ് അംഗമായിരിക്കുന്ന ഞാൻ പോലും എന്റെ പേര് കൃത്യമായി കൊടുത്ത് 2002 രേഖ സംഘടിപ്പിച്ച് ഡൗൺലോഡ് ചെയ്ത് കൊടുത്തിട്ട് പോലും പിന്നെയും സംശയം ചോദിക്കുകയാണ്. സംശയം ചോദിക്കുക എന്ന് പറഞ്ഞാൽ ഒടുക്കത്തെ സംശയമാണ്. ഈ സംശയം എങ്ങനെയാണ് അവസാനം പറഞ്ഞ് നമുക്ക് തന്നെ സംശയമാവും, ഇത് നമ്മുടെ നാട്ടുകാരനല്ലേ എന്ന്. അങ്ങനെ സംശയിപ്പിക്കുന്നതാണ് ഈ ഒരു വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാനുള്ള ഒരു കാര്യം പറയുന്നത്. അവസാനം സുപ്രീം കോടതി ഇടപെട്ടിട്ട് പറഞ്ഞു ആധാർ അംഗീകരിക്കണം എന്ന് പറഞ്ഞപ്പോഴാണ് കുറെ നമുക്ക് ആശ്വാസമായത്. അല്ലെങ്കിൽ ആധാർ ഉണ്ടായിരുന്നില്ല. ആധാർ വരുന്ന കാലത്തുണ്ടായിരുന്ന അപ്പൊ സംഘടിപ്പിക്കാൻ വേണ്ടി ഉള്ള പാട് നമുക്കറിയാമായിരുന്നു. എത്ര നമ്മൾ ക്യൂ നിന്ന് നമ്മുടെ തമ്പിംബ്രഷൊക്കെ നോക്കി വലിയ പരിശോധനയ്ക്ക് ശേഷമാണ് സമഗ്രമായ ഒരു ആധാർ കിട്ടിയത്. അപ്പൊ ആധാർ ഉണ്ടാകുമ്പോൾ ഇനി പോപ്പുലേഷൻ രജിസ്റ്ററിന്റെ കാര്യമില്ല എന്ന് നമ്മൾ പറഞ്ഞു. പക്ഷേ പോപ്പുലേഷൻ രജിസ്റ്റർ കേന്ദ്രം നടപ്പാക്കാൻ തീരുമാനിച്ചു. നമ്മളത് വേണ്ടെന്ന് വെച്ചു. എന്തുകൊണ്ടാണ് അത് വേണ്ടെന്ന് വെക്കുന്നത്? പോപ്പുലേഷൻ രജിസ്റ്റർ എന്ന് പറയുന്നത് ഇവിടെ 6 മാസം താമസിക്കുന്നവരോ ഇനി 6 മാസക്കാലത്തിന് ശേഷവും താമസിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് കൊടുക്കേണ്ട ഒരു കാര്യമാണ്. സാങ്കേതികമായിട്ട് നമുക്കൊന്നും വലിയ പ്രയാസമില്ലല്ലോ. പക്ഷെ അതിനുശേഷം അടുത്ത് എന്താണ്? അപ്പൊ സിറ്റിസൺസ് രജിസ്റ്റർ ആണ്, നാഷണൽ സിറ്റിസൺ രജിസ്റ്റർ എന്ന് പറഞ്ഞാൽ നിങ്ങളും ഞാനും ഈ നാട്ടിലെ പൗരന്മാരാണ് എന്ന് തെളിയിക്കുന്ന രേഖയാണ് അടുത്തത് വരാൻ പോകുന്നത്. അതെങ്ങനെ തെളിയിക്കാൻ സാധിക്കും? 2002 വോട്ടർ പട്ടികയിലെ പേര് സംഘടിപ്പിച്ചു കൊടുത്തിട്ട് അതിനകത്തുള്ള സാങ്കേതിക ന്യായം പറഞ്ഞ് വോട്ടർ പട്ടികയിൽ നിന്ന് പേര് കിട്ടുന്ന രീതിയാണ്. ഇപ്പൊ അമ്മയുടെയും മകന്റെയും വയസ്സ് തമ്മിൽ 17 16 വ്യത്യാസം മാത്രമേ ഉള്ളൂ എന്ന് വെച്ചോളൂ. ഈ വയസ്സൊക്കെ എഴുതുമ്പോൾ അങ്ങ് എഴുതി പോകുന്നതാണല്ലോ. 55 54 ആവും, ചിലപ്പോൾ 48 എഴുതിയങ്ങ് പോകും. അപ്പൊ അത് വെച്ചുകൊണ്ട് എങ്ങനെയാണ് അമ്മക്കും മകനും തമ്മിൽ 16 വയസ്സിന്റെ മാത്രം ഗ്യാപ്പ് ഉണ്ടായിരിക്കുന്നത്? ഇപ്പൊ കോഴിക്കോട് ജില്ലയിൽ ഉണ്ടായിരുന്ന ഒരു കാര്യമാണ്. 16 വയസ്സിന്റെ ഗ്യാപ്പേ ഉള്ളൂ. 16ാമത്തെ വയസ്സിൽ ഒരു സ്ത്രീ പ്രസവിക്കാൻ പാടില്ല. സ്വാഭാവികമായിട്ടും അതെങ്ങനെയാണ്? അതുകൊണ്ട് തെറ്റാണ്. ഇത് മകനല്ല, ഇതാണ് ഇലക്ഷൻ കമ്മീഷന്റെ കണ്ടുപിടുത്തം. അങ്ങനെ ആ പേര് തട്ടുന്ന സ്ഥിതി ഉണ്ടായി. പിന്നെ എല്ലാവരും സമ്മർദ്ദം ചെലുത്തി ആ പേര് അതിനകത്ത് ഉൾപ്പെടുത്തുന്ന സ്ഥിതി ഉണ്ടായി. പിന്നീടാണ് നമ്മുടെ സിറ്റിസൺ പൗരത്വം തീരുമാനിക്കാൻ ആവശ്യമായ പുതിയ നിർദ്ദേശം വരാൻ പോകുന്നത്. അങ്ങനെ വരുമ്പോൾ ഇവിടെ പോയി തെളിയിക്കും? അച്ഛന്റെ വരെ നമുക്ക് ഒപ്പിക്കാന്ന് വെച്ചു. അച്ഛന്റെ ചോദിച്ചാൽ ഒരു 2 തലമുറക്കപ്പുറം നമുക്ക് പേര് പോലും അറിയില്ലല്ലോ. ഇപ്പൊ എന്നോട് എന്റെ അച്ഛന്റെ പേര് പറഞ്ഞാൽ എനിക്കറിയാം. അദ്ദേഹത്തിന്റെ അച്ഛൻ ആരാന്ന് ചോദിച്ചാൽ എനിക്കൊരു പിടി ഉണ്ടാവില്ല. ഒരാൾ ഉണ്ടായിരുന്നു എന്ന് മാത്രമല്ലാതെ ആ പേര് കണ്ടുപിടിക്കുക എന്ന് പറയുമ്പോൾ ഇനി ഭൂമിയിൽ ആർക്കും സാധ്യമായ കാര്യമാണോ? ഇതാണ് രേഖകളുടെ അടിസ്ഥാനം എന്ന് പറയുന്നത്. അപ്പോ പൗരത്വം തെളിയിക്കാൻ പല രേഖകളും ആവശ്യപ്പെട്ട് വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരാൾ ഈ നാട്ടിലേക്ക് വന്നതിന്റെ ചരിത്രം മുതലുള്ള രേഖകൾ ആവശ്യപ്പെട്ടാൽ മഹാഭൂരിപക്ഷം മനുഷ്യരും പുറത്താകുമെന്നതാണ് യാഥാർത്ഥ്യം. അത് ആഘോഷിക്കുകയാണ് അസമിലെ BJP നേതൃത്വം എന്ന് പറയുന്നത്, UP-യിലെ BJP നേതൃത്വം എന്ന് പറയുന്നത്. ഈ അപകടം കേരളത്തിൽ ഉണ്ടായിക്കൂടാ എന്നതുകൊണ്ടാണ്. പൗരത്വം നിയന്ത്രിക്കുന്നതിന്, തീരുമാനിക്കുന്നതിന് നിങ്ങൾക്ക് അങ്ങനെ അർഹതയില്ലെന്നും ഞങ്ങൾ ഇവിടെ ജനിച്ചവരും ഇവിടെ മരിക്കുന്നവരുമാണ്, ഇവിടെ പ്രവർത്തിക്കുന്നവരുമാണ്, ഞങ്ങളുടെ പൗരത്വം അങ്ങനെ നിങ്ങളെ ഗവൺമെന്റിന്റെ ഔദാര്യം കൊണ്ടല്ല എന്ന് പ്രഖ്യാപിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ ജനസംഖ്യാ രജിസ്റ്റർ വേണ്ട എന്ന് വെക്കുന്നത്.